ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജർ വണ്ടി ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞു വന്നേക്കണ വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി ഫസ്റ്റ് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്നും കറക്റ്റായിട്ടല്ല, ബ്രേക്ക് ഇല്ല വണ്ടിക്ക്, തീരെ ബ്രേക്ക് കുറവാണ്. അത് കേബിളുകളുടെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ സെൽഫ് അടിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഒരു മോട്ടറിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായ കംപ്ലയിൻറ്റ്സ് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യണം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമം പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമും ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. ആ ബ്രേക്ക് ലൈനറിനേക്കാൾ മാറുന്ന കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കേബിൾ സെറ്റ് കൂടി മാറണം. അതായത് ഈ ഫ്രണ്ടിലേക്ക് 2 ബ്രേക്ക് കേബിൾ കൊണ്ട് ബാക്കിലേക്ക് ഒരു കേബിൾ ഉണ്ട്. അത് 3 കേബിളുകളാണ് നമുക്ക് മാറ്റിയിട്ട് വരുന്നത് കേട്ടോ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടറൊക്കെ വലിയ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് പിടിച്ചാലും നമുക്ക് ലിവറുമ്പോൾ ബ്രേക്ക് കാണിക്കും, പക്ഷേ വണ്ടി നിൽക്കാത്തതിൻ്റെ ഒരു റീസൺ കാണിക്കുന്നത് കേബിളുകളും കൂടി വലിഞ്ഞിരിക്കണ കാരണമാണ് ആ പ്രോബ്ലം കാണിച്ചത്. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ശരിക്കും നല്ലോണം പൊടി കയറിയിട്ട് ഫുള്ള് ബ്ലോക്കാണ്. ഇത് നമുക്ക് വന്നത് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് വന്നത്. കമ്പനി ഫിൽറ്ററാണ് കിടക്കണത്, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ കാലാവധിയൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ശരിക്കും ഇതിൻ്റെ കളറ് ശരിക്കും യെല്ലോ ഷെയ്ഡിലുള്ള കളറാണ് വരാം, പക്ഷേ അത് പൊടി കയറിയിട്ട് ഫുള്ള് ബ്ലോക്കായി പോയേക്കാം. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമുക്ക് ആ സെൽഫ് അടിക്കുമ്പോൾ ഒരു പ്രോബ്ലം സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ സെൽഫ് മോട്ടറുമേ നിന്ന് ക്രാങ്കുമേക്ക് പോകണ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഇവിടെ കപ്പൊക്കെ ഓൾറെഡി പൊട്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓയിൽ സീലിൻ്റെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ട് നനവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ക്രാങ്ക് ഒന്ന് അലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓയിൽ സീലൊന്ന് മാറ്റി ബാക്കിത്തെ ഭാഗം റീസെറ്റ് ചെയ്യാം. ക്രാങ്കിന് അലൈൻമെൻറ്റ് വേരിയേഷനാണ് വന്നേക്കണേ. അതിങ്ങനെ കുറേ കഴിയുന്തോറും കൂടി വരും കേട്ടോ. അത് തൽക്കാലം നമുക്കിപ്പോൾ അലൈൻ ചെയ്തിടാം. കാരണം ഇനി അത് അലൈൻമെൻറ്റ് മാറി അത് കംപ്ലയിൻറ്റ് കൂടുന്നത് വന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ഈ സൈഡിലൊക്കെ വലിയ ലീക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, അലൈൻ ചെയ്യുക, കൈയോടെ തന്നെ ആ ഓയിൽസിൽ മാറ്റിയിടാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. നിലവിലത് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് എയർ അടിച്ച് പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്കിലത്തെ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്നൊരു യൂണിറ്റാണത്. അത് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഗ്രീസിങ് നടത്തുന്നുണ്ട്. അതായത് ഈ പോയിൻ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് ഈ പിന്നുകളൊക്കെ വരാം. അപ്പോൾ അത് ശരിക്കും ഒരു കാരണവശാലും ടൈറ്റോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ട് അല്ലാണ്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഴിച്ചിട്ട് ഫുള്ള് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ജനറൽ സർവീസിനകത്ത് ഉള്ളതാണ് ഈ ക്ലച്ച് ഗ്രീസിങ് ഒക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടത്തികൾ നമ്മൾ അതുകൂടിയും ചെയ്തു പോകുന്നുണ്ട്. ഇതതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് തന്നെ ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റാണത്. അതിൻ്റെ പിന്നമ്മ ചെറിയൊരു ടൈറ്റ് കാണിച്ചത് പ്രകാരം നമ്മൾ അതും കൂടി അഴിച്ചിട്ട് ഗ്രീസിങ് ഒക്കെ നടത്തി ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. അത് സർവീസിനകത്ത് ഉള്ളത് തന്നെയാണ്. പിന്നെ നമുക്കിത് ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് മനസ്സിലായി, ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്ക് കാണിച്ചേക്കണ പോലൊരു ഇതുണ്ട്. ചെറുതായിട്ട് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അതൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഇപ്പം നിലവിൽ തൽക്കാലം ഒന്നും ചെയ്യേണ്ട. കൂടുതൽ ലീക്കേജ് കാര്യങ്ങളൊന്നും കാണിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിന് നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ ഓയിൽസിൽ മാറ്റാം. അത് ലീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് ചെറിയൊരു നനവുണ്ട് നിലവിൽ, എന്നാൽ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമില്ല. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ബെൽറ്റാണ്. ഡ്രൈവ് ബെൽറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർന്നതാണ്. കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹീറോൻ്റെ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ ഈ സെൻറ്റർ പോർഷനിലേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുക. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ സെൻറ്ററിലൊക്കെ ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയേക്കാണ്. എല്ലാ ആ ലെഗിൻ്റെ ഉള്ളിലേക്കൂടെയും പൊട്ട് വീണാക്കാതെ. ഇതൊക്കെ നല്ല ഡീപ്പായിട്ടുള്ള പൊട്ടലാണ്. അപ്പോൾ ഇതെന്തായാലും അടുത്ത സർവീസ് വരെ നമുക്ക് കെടുക്കില്ല. കാരണം അതിനിടയിൽ ഏതെങ്കിലും ഒരു കട്ട പൊളിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബാക്കിയതൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് പോകും, നമ്മൾ വഴി പെട്ടു പോകും. ബെൽറ്റ് പൊട്ടി വഴിപ്പെടുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് കൈയോടെ മാറ്റി കളയാട്ടോ. അപ്പോൾ നമുക്കതിനകത്ത് എന്തായാലും ഇത് ഭാഗമൊക്കെ അഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാർട്സിൻ്റെ റേറ്റ് മാത്രമേ അതിനകത്ത് വരണുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ കിടന്ന് മാറ്റി വിടണമെന്നാണ് നല്ലത്. പിന്നെയുള്ളത് ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ. ചോക്ക് കേബിളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ടൈറ്റാണ്. അത് നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ക് കേബിളും ആക്സിലേറ്റർ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും മാറ്റി റീസെറ്റ് ചെയ്യാം. പക്ഷേ ഈ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം വെച്ചാൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചോക്ക് വലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ബാറ്ററിക്ക് നല്ലതാണ്, വണ്ടിക്ക് പറഞ്ഞ രീതികളെ പെട്ടെന്ന് വണ്ടി വാമാവാനായിട്ട് പറ്റും. കാരണം ഞാൻ വണ്ടി ഒന്ന് ചൂടാവാനായിട്ട് കുറച്ച് പെട്രോൾ കൂടുതൽ ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ചോക്ക് ഒന്ന് വലിക്കുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് റേസ് ചെയ്തിട്ട് ചോക്ക് ഓഫ് ചെയ്തിടാം. ഇത് നമ്മൾ ചോക്ക് വലിക്കുക ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ പുതിയതിട്ടാലും
ഇപ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, മാറ്റാണ്ട് പറ്റില്ല. കാരണം ചോക്ക് ഇവിടെ വലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത് മാറ്റിയിടണം. അപ്പോൾ നമ്മൾ പുതിയതിട്ടാലും സെയിം ഇതേപോലെ തന്നെയാണെങ്കിൽ ആ കേബിൾ നിൽക്കില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇടയ്ക്കൊന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് വലിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ബാറ്ററിക്ക് നല്ലതാണ്, വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആവാനും ഗുണം ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ ഈ ഭാഗമൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ പൊട്ടലുകളുണ്ട് കവർ. അത് തൽക്കാലമൊന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. ഈ ഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. കേബിളിൻ്റെ കണ്ടീഷനൊക്കെ നോക്കും. സ്പീഡോമീറ്റർ കേബിൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, ടൈറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വർക്കിംഗ് ആക്കാം. പിന്നെ അതിൻ്റെ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. സ്വിച്ചിൻ്റെ കേസ് ഇൻഡിക്കേറ്റർ സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലാഷർ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഇത് ഈ ഒരു ഫ്ലാഷർ യൂണിറ്റാണ് വെച്ചിട്ടാണ് നമുക്ക് ആ ലൈറ്റ് കിടയും തെളിയും ചെയ്യേണ്ടത്. അപ്പോൾ അതും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് ചെയ്ത് വിടാം. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മളൊന്ന് നോക്കിയായിരുന്നു. ബാറ്ററി നമുക്ക് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 12.77 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. വോൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തെന്നുള്ളൂ കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് സ്പോഞ്ച് ടൈപ്പാണ്, അത് നമുക്ക് പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പ്ലഗും കൂടി മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അത് രണ്ടും കൂടിയിട്ട് സെറ്റായിട്ടാണ് മാറ്റാറ്. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് തന്നെ. പിന്നെ ബാക്ക് ടയർ നമുക്ക് ഫുള്ള് തീർന്നുണ്ട്. അപ്പോൾ ടയർ മാറിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ അതുകൂടിയും ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. നല്ല രീതിയിൽ ചെളിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചെളിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വണ്ടി ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ ഓപ്പൺ ആക്കിയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് ബോഡി റീസെറ്റ് ചെയ്യുകയാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ തന്നെ നമുക്ക് അത് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വണ്ടി നമുക്ക് ഇന്നത്തേക്ക് തരാനായിട്ട് പറ്റില്ല. കാരണം ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സർവീസ് സ്റ്റേഷനിൽ കൊടുക്കാനായിട്ട്. അത് നമുക്ക് പുറമേ തേർഡ് പാർട്ടിയെ ചെയ്യണം. അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്യണം. അത് റെഡി ആക്കിയിട്ട് പോയി എടുത്തു വന്നിട്ട് പിന്നെ ചെക്ക് ചെയ്തൊക്കെ ചിലപ്പോൾ ഒരു വർഷത്തിൽ നിന്ന് തീർന്നൊന്നും വരില്ല. നാളത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ആ രീതിയിൽ ക്ലോസ് ചെയ്തിട്ട് ചെയ്തു പോവാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു വർക്കുകൾ തീരുകയും ചെയ്തോളൂ, നമുക്കത് കറക്റ്റായിട്ട് പൊക്കോളൂ. പിന്നെ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ ഈ ലോക്കിൻ്റെ കേബിളും കൂടി, സീറ്റ് ലോക്ക് ആവണ കേബിൾ ഉണ്ടല്ലോ, അതൊരു ഔട്ടർ വലിച്ചിലുണ്ട്. അപ്പോൾ കേബിളുകൾ ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടർ മോഡലൊക്കെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ലെങ്ത്തുള്ള കേബിളാണ്, നീട്ടം കൂടുതലുള്ള കേബിളായതുകൊണ്ട് തന്നെ ഔട്ടർ വലിച്ചിൽ സാധ്യതയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ മേജറായിട്ടുള്ള പ്രശ്നമുള്ള കേബിളുകൾ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും അത്യാവശ്യം ഭാഗങ്ങൾ പറഞ്ഞേക്കണ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം. എന്നിട്ട് അതിന് ഏകദേശം എത്ര ചിലവ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.